ഗൈസ്, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സോഷ്യൽ മീഡിയയെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയും ഒരു സംഭവവും ഉണ്ടായിരുന്നത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു സംഭവം. എന്നെപ്പോലെ അല്ലെങ്കിൽ നമ്മളെപ്പോലെ മാതാപിതാക്കൾക്കെല്ലാം ദുഃഖകരവും അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്ന ടെൻഷനും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് നടന്നത്. ഒരു ഐഫോണിൻ്റെ കേസിന് വേണ്ടിയിട്ട് ഒരു മോൻ സൂയിസൈഡ് ചെയ്തൊരു സംഭവം. അപ്പോൾ അതിൻ്റെ ന്യൂസ് ഒന്ന് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. Tragic incident that has come to light, and this is from Sambhaji Nagar. This is Chhatrapati Sambhaji Nagar in Maharashtra, where new videos have emerged showing the moments before a fatal incident that's taken place. In this video, there is a mother who's pleading with her teenage son who's standing at the edge of a cliff, threatening to jump. Why? Because he couldn't pay for the EMIs of his newly purchased iPhone. But the situation turns tragic when the father and the son both fall to their death after the father tried to save his son. They both lost their balance and they both fell to their death. And just watching both the family members fall to their death, the mother decided to jump off the cliff as well. So all three members of the family have died in this very tragic incident over an iPhone. There are old videos that have emerged where there are glimpses into the bond that the mother and the son shared. The son is seen worshipping his mother, while the new footage is showing how the mother was desperately trying to save her son from falling off that very cliff. Now, these videos have emerged showing the bond that was shared between the family members, yet very little could be done to save him. 18 വയസ്സ് മാത്രം പ്രായമുള്ള സ്വന്തം മോൻ ചാകാനായിട്ട് നിന്നപ്പോൾ അവനെ രക്ഷിക്കാൻ വേണ്ടി പോയ മാതാപിതാക്കളാണ്. അവനെ രക്ഷിക്കുന്നതിനിടയിൽ ഫാദർ അവൻ്റെ ഒപ്പം പോയി. അത് കണ്ടുകൊണ്ട് നിന്ന മദറും കൂടെ പോയി. 3 പേരും മരിച്ചു. എന്താണ് നമ്മുടെ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത് മനസ്സിലാകുന്നില്ല. ഒരു ഐഫോണിന് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കുട്ടികൾ ചെയ്തു വരുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ അടിക്കാതിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ അമ്മയും മോനും തമ്മിലുള്ള ആത്മബന്ധം കൂടിയാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് എല്ലാവരും 1-2 മക്കളിലൊക്കെ ഒതുക്കും. അവരെ മാക്സിമം നല്ലതായിട്ട് ജീവിപ്പിക്കാനായിട്ട്, അതായത് നമുക്കുണ്ടായ കഷ്ടപ്പാടുകളൊന്നും ഉണ്ടാകാതെ വളർത്താനായിട്ട് നമ്മൾ ശ്രമിക്കും. അപ്പോഴൊന്നും അവരോട് പല കാര്യങ്ങൾക്കും നമ്മൾ നോ പറയാറില്ല. കുട്ടികൾ എന്തൊക്കെ ചോദിക്കുന്നുണ്ടോ അതെല്ലാം നമ്മൾ അനുസരിച്ച് ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കും. അത് അവരോടുള്ള സ്നേഹം കൂടുന്നത് കൊണ്ട് മാത്രമാണ്, അല്ല ഒന്നുമല്ല. നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് പോലും നമ്മളിതൊക്കെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കും. പക്ഷേ നമുക്കുണ്ടാകുന്ന അവസാനം അനുഭവങ്ങൾ ഇതൊക്കെയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല. എൻ്റെ മനസ്സിലും നല്ലോണമൊക്കെ ഇതുപോലെ വേദനകൾ ഉണ്ടാകുന്നുണ്ട്, നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് ചിന്തിക്കുമ്പോൾ. അപ്പോൾ ഇതുപോലൊന്നും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. കുട്ടികളൊക്കെ സ്വന്തം മാതാപിതാക്കളെ സ്നേഹിച്ചും അനുസരിച്ചും വളർന്നു വരാനായിട്ട് സാധിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതാണ് ഇന്നത്തെ സാഹചര്യങ്ങൾ. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് കൂടി അറിയിക്കുക കേട്ടോ.